ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ക്രിസ്പി ചെറുപയർ ദോശയുടെ റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറുപയർ, 1 കപ്പ് അളവിലുള്ള ചെറുപയർ എടുത്തിട്ട് അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിലുള്ള പച്ചരിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഒരു 4-5 തവണ കഴുകിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിർത്താനായിട്ട് വയ്ക്കാം. ഒരു 5-6 മണിക്കൂർ കുതിർത്താൻ വയ്ക്കാം, അല്ലെങ്കിൽ ഓവർനൈറ്റ് നമുക്കിത് വെച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ചെറുപയറും അരിയും കൂടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ചെറുപയറും അരിയും കൂടെ ഇട്ട് കൊടുത്ത് അതിലോട്ടൊരു പച്ചമുളക്, കൂടാതെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഏകദേശം 1 ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത ഈ മാവിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടി മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അരച്ച ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാവുന്നതാണ്. കുറച്ച് നെയ്യോ ഓയിലോ തടവി നമുക്ക് ഈ ദോശ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. നല്ല ഉള്ളിച്ചമ്മന്തിയുടെയും തേങ്ങാ ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.